ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു ഈവനിങ് സ്നാക്സാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. മുമ്പ് ഞാൻ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ്. ചിലപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ ഞാൻ എന്താണ് റെസിപ്പി എന്ന് പറഞ്ഞില്ലല്ലോ. അവൽ വിളയിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അവൽ വിളയിച്ചത്. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായും ഒന്ന് കാണാനും കൂടെ ശ്രമിക്കണം കേട്ടോ. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അവിൽ വിളയിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശർക്കര പൊടിച്ചതൊന്ന് നല്ലോണം ഉരുക്കി അതിൻ്റെ അഴുക്കും പൊടിയും എല്ലാം കളഞ്ഞ് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒരു സോസ് പാനിലേക്ക് 1.5 കപ്പ് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി ശർക്കര ഒന്ന് ലയിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളച്ച് റെഡിയായി വരുമ്പോഴേക്കും 1 കപ്പ് ശർക്കര പാനി ഉണ്ടാകും. കണ്ടോ, ഇപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിന് വേണം ശർക്കര പാനി കാച്ചി എടുക്കേണ്ടത്. ഇനി ഒരു പാനിലേക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് ശർക്കര അരിച്ചൊഴിക്കാം. ഇതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇത് തിളയ്ക്കാനായിട്ട് വെക്കാം. നോക്കൂ, ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തേങ്ങ ചിരകിയത് 3 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് ഇതിൻ്റെ വെള്ളാംശം നല്ലതുപോലെ കുറഞ്ഞ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, അല്പം വെള്ളം ആവശ്യമാണ്. അപ്പം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളം നമുക്ക് കുറച്ചൊന്ന് മാറ്റിയെടുക്കാൻ. കണ്ടോ, ഇതിലിപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം അത്യാവശ്യം കുറഞ്ഞു കിട്ടും. നോക്കൂ, വെള്ളമെല്ലാം ഇപ്പോൾ അത്യാവശ്യം വറ്റി കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് ഡ്രൈ ആക്കി എടുക്കുന്നില്ല, കുറച്ച് വെള്ളത്തിൻ്റെ അംശം ആവശ്യമുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് കുറയുന്നതിന് വേണ്ടിയിട്ട് 3-4 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. പൂർണ്ണമായിട്ടും ചൂട് മാറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി 3 കപ്പ് അവൽ. ഞാൻ ബ്രൗൺ കളറിലുള്ള അവലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള അവൽ എടുക്കാവുന്നതാണ്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതായത് ശർക്കരയുടെ കളർ അവലിലേക്ക് പിടിക്കുന്നത് വരെ നന്നായി വേണം ഇളക്കി മിക്സ് ചെയ്യാൻ. ഈ അളവിൽ അവൽ വിളയിച്ചത് ഉണ്ടാക്കുകയാണെങ്കിൽ 7 പേർക്കെങ്കിലും സെർവ് ചെയ്യാൻ പറ്റും. കണ്ടോ, നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് റോസ്റ്റ് ചെയ്ത് ചേർക്കാനുണ്ട്. അതിനായി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുന്നുണ്ട്. നെയ്യ് ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം പൊട്ടുകടല 1/4 കപ്പ്, കാഷ്യൂനട്ട് 1/4 കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളർ ചെറുതായി ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് കറുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 15 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ എള്ള് കരിഞ്ഞു പോകും. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവൽ വിളയിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം തണുക്കുമ്പോൾ സെർവ് ചെയ്യാവുന്നതാണ്. ഈ അവൽ വിളയിച്ചത് 1 ദിവസം വെച്ചിരുന്നതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഈ അവൽ വിളയിച്ചത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.